വിഷു കൊണ്ടാടുന്നതിന്റെ തിരക്കിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. സെലിബ്രിറ്റിക്കിടയിലും ആഘോഷത്തിന് കുറവൊന്നുമില്ല. മുതിർന്ന താരങ്ങൾ മുതൽ പുതുമുഖ താരങ്ങൾ വരെ അവരവരുടെ വിഷു ആഘോഷത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ രാവിലെ മുതൽ പങ്കിട്ടിരുന്നു. പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണത്തെ വിഷു ആഘോഷിച്ചത് അമേരിക്കയിലാണ്. ദിലീപ് അടക്കമുള്ള താരങ്ങളും ആരാധകർക്ക് ആശംസ നേർന്ന് എത്തിയിരുന്നു. നടി നവ്യ നായരും പതിവ് പോലെ ഇത്തവണയും വിഷു ആഘോഷമാക്കി. കൊച്ചിയിൽ സ്വന്തം കുടുംബത്തിനോടൊപ്പം അടുത്ത സുഹൃത്തുക്കൾക്കും ഒപ്പമായിരുന്നു ആഘോഷം. കേരള സാരിയിൽ അതീവ സുന്ദരിയായി മകനോടൊപ്പം കുസൃതി കാട്ടുന്ന നവ്യയുടെ വീഡിയോയും വൈറലായിരുന്നു. വിഷുക്കണിയും ഗംഭീര സദ്യയുമെല്ലാം ഉണ്ടാക്കിയിരുന്നു. ഒന്നും കുറഞ്ഞു പോകാതിരിക്കാൻ നവ്യ ശ്രദ്ധിച്ചിരുന്നു. നടിയുടെ വിഷു സ്പെഷ്യൽ പോസ്റ്റ് വൈറലാകുക മാത്രമല്ല, താരത്തിന്റെ ഫോളോവേഴ്സിനിടയിൽ ചർച്ചയായി മാറുകയും ചെയ്തു. അതിന് കാരണം അമ്മായിയമ്മ മരിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ നവ്യ ആഘോഷത്തോടെ വിഷു കൊണ്ടാടി എന്നതായിരുന്നു. അമ്മായിയമ്മയല്ലേ മരിച്ചിട്ട് ഒരു മാസമായില്ലല്ലോ, ഇവരൊക്കെ വിഷു ആഘോഷിക്കാറില്ലല്ലോ എന്നായിരുന്നു നടിയെ വിമർശിച്ചു വന്ന കമന്റ്. പൊതുവെ മലയാളികൾ വേണ്ടപ്പെട്ടവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ വിഷു, ഓണം പോലുള്ളവ ആ വർഷം ആഘോഷിക്കാറില്ല. അതിനാലാണ് നവ്യയുടെ വിഷു ആഘോഷത്തിന്റെ പോസ്റ്റിന് താഴെ ഇത്തരത്തിൽ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടതും. ഇക്കഴിഞ്ഞ മാർച്ച് 30-നാണ് നവ്യയുടെ ഭർത്താവ് സന്തോഷ് മേനോന്റെ അമ്മ ശാന്ത മേനോൻ മരിച്ചത്. പലവിധ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു. അമ്മായിമ്മയ്ക്കൊപ്പം ചിലവഴിക്കാൻ തിരക്കിന് ഇടയിലും നവ്യ സമയം കണ്ടെത്താറുണ്ടായിരുന്നു. മരുമകളായിട്ടല്ല, മകളായിട്ടാണ് തന്നെ അമ്മ സ്നേഹിച്ചതെന്ന് നവ്യ പറഞ്ഞിരുന്നു. അങ്ങനെ ആ വിളക്കണഞ്ഞു. എന്നും ഏതിനും ധൈര്യമായിരുന്നു. മരുമകളായിട്ടല്ല, മകളായി സ്നേഹിച്ചു. എല്ലാ സങ്കടത്തിലും മക്കളെ വിഷമിപ്പിക്കേണ്ട അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കൂടെ നിർത്തി. അമ്മ ആഗ്രഹിച്ചതുപോലെ ഇതുവരെ എല്ലാം ചെയ്തു. അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ എൻ്റെ നഷ്ടങ്ങൾ ഞാൻ സഹിച്ചു. എൻ്റെ നൃത്തം ഏറെ ഇഷ്ടപ്പെട്ട അമ്മ അവസാനമായി മാതങ്കി ഫെസ്റ്റിവൽ എൻ്റെ കച്ചേരി മുഴുവൻ കണ്ടു. 2 മണിക്കൂർ നൃത്തം ചെയ്തുവെന്ന് അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞു. മക്കളെ ആ വിളി കാതുകളിൽ മുഴുങ്ങിക്കേൾക്കുന്നു. മക്കളുടെ വിളക്കും ഒരു കാലത്തും കെടില്ല അമ്മായ പറയുന്നത്. നിത്യശാന്തി നേരുന്നു എന്നാണ് അമ്മായിയമ്മയുടെ വേർപാടിൽ നവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പ്. വിമർശന കമന്റുകൾക്ക് നവ്യയുടെ ആരാധകർക്ക് മറുപടി നൽകിയത്, അവർ എല്ലാം വയസ്സായി ആഗ്രഹിച്ചു എല്ലാം പൂർത്തിയാക്കിയാണ് മരിച്ചത്. അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ്, വ്യക്തിപരമായ കാര്യമാണ്. മരിച്ചത് നവ്യയുടെ അമ്മായിയമ്മ അല്ല, പിന്നെ എന്തിനാണ് ഇത്രയേറെ അന്വേഷണവും വിമർശനവും? നാട്ടുകാർക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നായിരുന്നു നടിയുടെ ആരാധകർ നൽകിയ മറുപടി. ഭർത്താവ് സന്തോഷ് എവിടെയെന്നുള്ള കമന്റുകളും നമുക്ക് കാണാൻ കഴിയും.